അമേരിക്കയിലെ ഞങ്ങളെ നോമ്പിൻ്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. ഇന്ന് കുറച്ച് എസ്തറ്റിക് ആയിട്ടൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയതാണ് ഞാൻ. പക്ഷെ രാവിലെ ജോലിക്ക് കയറി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്തോ വയ്യായി പോലെ തോന്നി. ഭയങ്കര വയറുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടായില്ല. അങ്ങനെ ഷിഫ്റ്റ് ഫുള്ള് കവർ ചെയ്യാതെ പണി പാതിയാക്കിയിട്ട് ഞാൻ വീട്ടിലോട്ട് പോന്ന്. പിന്നെ വീട്ടിൽ വന്ന് നോമ്പ് തുറക്കാനുള്ള കുക്കിംഗ് പരിപാടികൾ നോക്കിയിരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ വ്ളോഗിങ്ങിൻ്റെ സെൽഫി സ്റ്റിക്കും ഒടിഞ്ഞു. എന്നിട്ടും എങ്ങനെയൊക്കെയോ ഞാൻ ഫസ്റ്റ് ഡേ എൻ്റെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് തത്രപ്പാടിലായിരുന്നേ. രാവിലെ ഞങ്ങളെ ബ്ലോക്കിൽ മൊത്തം കറണ്ട് പോയോണ്ട് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന ഒരു ബ്രേക്ക് കിട്ടിയപ്പോൾ ഒരു ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്നപ്പോൾ പിന്നെ നെയ്ച്ചോറും പത്തിരിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ. അതാവുമ്പോൾ മുത്താഴത്തിനും നോമ്പ് തുറക്കാനും കൂടി ഉള്ളതായി ഒരുമിച്ച്. പിന്നെ കുറച്ചെല്ലാം സാധനങ്ങളും റീസ്റ്റോക്ക് ചെയ്യുകയും ചെയ്തിട്ടാ. പണ്ട് US വന്ന ഉടനെ ഞാൻ കുറേ പൊരിക്കടികളൊക്കെ ഉണ്ടാക്കുമായിരുന്നേ. പക്ഷെ ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമാകുമ്പോൾ ഒത്തിരി മാവ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ കുറേ ദിവസം ഇരിക്കണം പോലെ തോന്നി എനിക്ക്. പിന്നെ കുഞ്ഞിലെ പോലെ അല്ല കേട്ടോ. ഇപ്പം അതിനോടൊന്നും ഒരു ആവേശവും ക്രേസൊന്നും ഇല്ല. പ്രത്യേകിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ കഴിക്കുന്നതുകൊണ്ടായിരിക്കും. വീട്ടിൽ ഡെയിലി ഉണ്ടാക്കിയാൽ മാത്രമേ വേണ്ടാത്തുള്ളൂ. പുറത്തുനിന്ന് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ആദ്യത്തെ 2 നോമ്പിനൊക്കെ മാത്രമേ കേട്ടോ ഞാൻ പൊരിക്കടികൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ അവിടുന്ന് 3-ാമത്തെ വർഷം തൊട്ടിട്ട് ഞാൻ മെയിൻ കോഴ്സും ഫ്രൂട്ട്സും ഡ്രിങ്ക്സും മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. നെയ്ച്ചോറിൻ്റെ പരിപാടികൾ ഒരു പാത്രത്തിലൊരു സൈഡിലാക്കിയപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഞാൻ പത്തിരിക്കുള്ള മാവ് വാട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഒരു അവിയൽ പരിവാണ്. ഞാൻ നോമ്പ് അറക്കാനുള്ള ടൈം ആയതുകൊണ്ടാണോന്നും അറിയില്ല, ഇടയ്ക്കൊന്ന് പോയി കിടന്നോണ്ടാണോന്നും അറിയില്ല. മൊത്തത്തിലൊരു സമയമില്ലായ്മയായിരുന്നേ. അപ്പോൾ എങ്ങനെയൊക്കെയോ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. അപ്പോഴാണ് ഞാൻ കുഞ്ഞിലെ ഒരു കാര്യം ഓർത്ത് കേട്ടാ. ഉമ്മ ഓടി നടന്ന് ഭക്ഷണങ്ങളൊക്കെ സെറ്റാക്കുമ്പോൾ പങ്ക് കൊടുക്കാൻ നേരം പോയിരുന്നാൽ മതി. അപ്പം തന്നെ ഭക്ഷണ സാധനങ്ങൾ എന്തോരാ നമ്മുടെ മുന്നിൽ റെഡിയല്ലേ. ഇപ്പം അത് റോള് റിവേഴ്സായി ബാങ്ക് കൊടുക്കാൻ നേരത്തുള്ള ഓട്ടപ്പാച്ചലിൽ ഞാനാണ് കേട്ടോ ബിസി ആയത്. ഇന്നത്തെ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് ശരിക്കും ആ ഒരു റിയാലിറ്റി ചെക്കാട്ടോ കിട്ടിയത്. മുമ്പിൻ്റെ ബെസ്റ്റ് പാർട്ട് ഇതാണ്. നേരത്തെ ക്ലീനിങ് ഒക്കെ കഴിയും. പിന്നെ ബാക്കി പരിപാടികൾക്കൊക്കെ നിൽക്കാം. എല്ലാവരോടും ബായ്.